പ്രണയസഖി ഭാഗം 24. പാത്രമൊക്കെ കഴുകി വന്ന് അവൾ സോഫയിലായിട്ടിരുന്നു. അവളുടെ ഓപ്പോസിറ്റായിട്ടുള്ള സോഫ ചെയറിൽ അവനും വന്നിരുന്നു. അവൾ അവനെ നോക്കി. അവനും അവളുടെ നേരെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇന്നലെ എന്താ ഉണ്ടായത്? അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയുള്ള അവൻ്റെ ചോദ്യത്തിൽ അവളുടെ കണ്ണുകൾ ഒന്ന് പിടച്ചു. പറയ്. ഞാൻ പുറത്ത് തുണി ഉണക്കാനിട്ടിരുന്നു. പക്ഷേ എടുക്കാൻ അല്പം വൈകിപ്പോയി. മഴക്കാറ് കണ്ടപ്പോഴാണ് തുണി എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പോഴേക്കും പുറത്തൊക്കെ നല്ല രീതിയിൽ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. കൂടെ മഴക്കാറും ഉണ്ടായിരുന്നു. തുണിയെല്ലാം മഴയിൽ നിന്നെടുത്ത് അകത്തോണ്ട് വന്ന് വെച്ചു. അത് കഴിഞ്ഞ് അടുക്കളവാതിൽ അടയ്ക്കാൻ പോയതാണ്. പക്ഷേ അടുക്കളയിൽ എത്തിയപ്പോൾ തന്നെ കറണ്ട് പോയി. മെഴുകുതിരി കത്തിക്കാൻ വേണ്ടി എടുക്കാൻ നോക്കിയപ്പോൾ ആരോ അകത്തേക്ക് കയറുന്നത് പോലെ തോന്നി. അത് പറയുമ്പോൾ തന്നെ അവളിൽ ഭയം ഉരുണ്ടുകൂടി. അവളുടെ ഓർമ്മ ആ നേരത്തേക്ക് പോയി. തൻ്റെ പിന്നിൽ ആരോ ഉണ്ട് എന്ന തോന്നലിൽ വേഗം മെഴുകുതിരി കണ്ടുപിടിക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷേ വെപ്രാളം കൊണ്ടാണോ എന്തോ മെഴുകുതിരി കാണുന്നില്ല. ഒരു കണക്കിന് വേഗം മെഴുകുതിരി കണ്ടുപിടിച്ച് അത് കത്തിക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ പിറകിലാരോ നിൽക്കുന്നതായിട്ട് അവൾക്ക് തോന്നിയിരുന്നു. പക്ഷേ ഭയം കാരണം തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചില്ല. പേടിയോടെ ഇടം കണ്ണാലെ നോക്കുമ്പോൾ തൻ്റെ സംശയം ശരിയാണ് എന്ന രീതിയിൽ അവിടെയുള്ള നിഴൽ അവൾ കണ്ടിരുന്നു. വെപ്രാളത്തോടെ തീപ്പെട്ടി ഉരച്ച് കത്തിക്കാൻ ഒരുങ്ങി. തീപ്പെട്ടി കത്തിയപ്പോഴേക്കും തൻ്റെ പിന്നിൽ നിന്നും ആരോ അത് ഊതിക്കെടുത്തിയിരുന്നു. ഭയത്തോടെ ശബ്ദം ഉണ്ടാക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ പിറകിൽ നിന്നും ആരോ തൻ്റെ വായ അടച്ചു പിടിച്ചു. ഭയത്തോടെ അയാളുടെ കൈപ്പിടിയിൽ നിന്നും കുതറി നോക്കാൻ ശ്രമിച്ചുവെങ്കിലും അയാൾ പിടി കൂടുതൽ മുറുക്കി. കൂടുതൽ കുതറണ്ട, അവളുടെ ചെവിയിലായി വന്ന് അവൻ അടഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അടഞ്ഞ ശബ്ദത്തിലാണ് അയാൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാണെന്ന് എളുപ്പം മനസ്സിലായില്ല. അവളൊന്ന് ശക്തമായി കുതറിയതും അയാളുടെ പിടി വീണ്ടും അവളുടെ കയ്യിലായി മുറുകുകയാണ് ചെയ്തത്. അവളാകെ വെപ്രാളപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ കുതറാൻ നിൽക്കണ്ട. ഇതൊരു ഡോസാണ്. നിനക്കുള്ളതല്ല, അവനുള്ളത്. നീ പേടിക്കണ്ട. നിന്നെ ഇപ്പോൾ ഞാനൊന്നും ചെയ്യില്ല. പക്ഷേ ഇനി ഒരിക്കൽ കൂടി കാണുമ്പോൾ നമുക്കൊന്ന് കൂടണം. അത് പറഞ്ഞ് അയാൾ അവളുടെ മുടിയിഴയെ ഒന്ന് ആഞ്ഞു ശ്വസിച്ചു. അതുകൂടെ ആയതും അവൾ ശക്തമായൊന്ന് കുതറി നോക്കി. കൂടെ അടുക്കളയുടെ കൗണ്ടർ ടോപ്പിൽ കൈ ഉപയോഗിച്ച് എന്തെങ്കിലും കിട്ടുമോ എന്നൊന്ന് പരതി. മഴയായതുകൊണ്ട് തന്നെ ശബ്ദം ഉണ്ടാക്കിയാലും അത് പുറത്തേക്കൊന്നും കേൾക്കില്ല. പോരാത്തതിന് വീടിനടുത്തായിട്ട് മറ്റ് വീടുകളുമില്ല. ശബ്ദം ഉണ്ടാക്കിയാൽ പോലും ആരുമില്ല രക്ഷിക്കാനായിട്ട്. അവൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കണം, നിന്നെ തൊട്ടു എന്ന് പറയുമ്പോൾ അവന് പൊള്ളും. ഒന്നുമില്ലെങ്കിലും അവൻ്റെ ഭാര്യയല്ലേ നീ. അവൻ പറഞ്ഞതും അവൾ പ്രതികരിച്ചില്ല. കൗണ്ടർ ടോപ്പിൽ പരതിയിരുന്ന അവളുടെ കൈകളിൽ എന്തോ തടഞ്ഞു. അവൾ അതെടുത്തു. നോക്കുമ്പോൾ ചപ്പാത്തി പരത്തുന്ന കോലാണ്. അവൾ അത് ഉപയോഗിച്ച് അയാളുടെ തലയിൽ തന്നെ ഒന്ന് കൊടുത്തു. ആ അടിയുടെ ആഘാതത്തിൽ അയാളുടെ വേദനയോടെയുള്ള ശബ്ദം പുറത്തേക്ക് വന്നു. ആ ശബ്ദം കേട്ടതും അവൾക്ക് എവിടെയോ കേട്ട് പരിചയമുള്ള ശബ്ദം പോലെ തോന്നി. പക്ഷേ തിരിഞ്ഞു നോക്കുന്നതിന് മുൻപ് തന്നെ അയാൾ അടുക്കളവാതിൽ വഴി പുറത്തേക്ക് ഓടിയിരുന്നു. അയാൾ ഓടിയത് കണ്ടതും അവൾ വേഗം തന്നെ അടുക്കളവാതിൽ അടച്ചു. ശേഷം ഓടി വന്ന് സോഫയുടെ മറവിലായിട്ട് ഒളിച്ചിരുന്നു. ഭയം കാരണം അവളാകെ വിയർത്തു കുളിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. പുറത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും അവൾക്ക് അത് മനസ്സിലായി ശിവയാണെന്ന്. പക്ഷേ വാതിൽ തുറക്കാനുള്ള ഭയം മൂലം അവൾ അവിടെ തന്നെ ഇരുന്നു. ശിവ വാതിൽ തുറന്നത് അവൾ അറിഞ്ഞിരുന്നു. പുറത്തുനിന്ന് മഴയോടൊപ്പമുള്ള മിന്നലിൻ്റെ വെളിച്ചത്തിൽ അവൾ അവനെ കണ്ടതും വേഗം തന്നെ അവനിലേക്ക് പാഞ്ഞു വന്ന് ചേർന്ന് നിന്നു. അവൻ്റെ അരികിൽ നിൽക്കുമ്പോൾ വല്ലാത്ത സുരക്ഷിതത്വം തോന്നി അവൾക്കപ്പോൾ. എങ്കിൽ പോലും ഭയം കാരണം അവളുടെ ശരീരമാകെ ഉലഞ്ഞു പോയിരുന്നു. ദേഹം മുഴുവനും വിറയ്ക്കുന്നുണ്ടായിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ശിവയെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകളാകെ ചുവന്നിരിക്കുന്നു. ദേഷ്യം കാരണമാണ്. നെറ്റിയിലെ ഞരമ്പുകളെല്ലാം പിടഞ്ഞെഴുന്നേറ്റിരുന്നു. അവൾക്കത് കണ്ടതും വല്ലാതെ പേടി തോന്നി. അതാരാണെന്നറിയോ നിനക്ക്? ശബ്ദത്തിൽ പരമാവധി ദേഷ്യം വരാതെ അവൻ മയത്തിൽ അവളോട് ചോദിച്ചു. അവൾ ഇല്ലെന്ന് മൂളി. ഒട്ടും അറിയില്ല. ആ ശബ്ദം എവിടെയോ കേട്ടതുപോലെ തോന്നി എനിക്ക്. പക്ഷേ എനിക്ക് അധികം പരിചയമില്ലാത്ത ശബ്ദമായിരുന്നു അത്. ഞാനൊരു കാര്യം പറയട്ടെ? അവൻ ചോദിച്ചതും അവൾ തലയാട്ടി. നിന്നെ ഞാനൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെ? പെട്ടെന്ന് അങ്ങനെ കേട്ടതും വർണ്ണ അവനെ വെപ്രാളത്തോടെ നോക്കി. ടെൻഷനാവാനല്ല, ലെറ്റ് സ്റ്റഡി മാർഷ്യൽ ആർട്സ്. അവൻ്റെ വാക്കുകൾ അവളുടെ ചെവിയിൽ പതിഞ്ഞതും അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ കരാട്ടെ ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയമ്മ ചേരാൻ സമ്മതിച്ചില്ല. അന്ന് കുറേ വിഷമിച്ചതാണ്. കരാട്ടെ ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും അതിന് ചേർന്നിരുന്നു. ക്ലാസ്സിലാകെ താൻ മാത്രമായിരുന്നു അതിന് ചേരാത്തതായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൾക്കത് കേട്ടപ്പോൾ തന്നെ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ തോന്നിപ്പോയി. കൂടാതെ തൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ താൻ പോലും അറിയാതെ അവൻ മനസ്സിലാക്കുന്നു എന്നുള്ള സന്തോഷവും. ഇനി ഇതാണോ ഈ ടെലിപ്പതി എന്ന് പറയുന്നത്? അവൾ ഓർത്തതും അവളുടെ ചുണ്ടുകളൊന്ന് വിടർന്നു.
സമ്മതം പോലെ അവൾ കുഞ്ഞു കുട്ടികളുടെ ആവേശത്തോടെ അവനെ നോക്കി തലയാട്ടി. ഓക്കെ, കരാട്ടെ. അവളുടെ കണ്ണുകൾ കൂടുതൽ വിടർന്നു. ദേവേട്ടനറിയോ കരാട്ടെ? ഉത്സാഹത്തോടെയുള്ള അവളുടെ ചോദ്യത്തിന് അവനൊന്ന് അമർത്തി മൂളി. അവളുടെ പെരുമാറ്റം കണ്ടിട്ട് അവൾ ഈ ഒരു കാര്യത്തിൽ വല്ലാതെ ഇൻട്രസ്റ്റഡ് ആണെന്ന് അവന് മനസ്സിലായി. സോ ടൈം കിട്ടുമ്പോൾ നമുക്കിനി കരാട്ടെ പ്രാക്ടീസ് ചെയ്യാം. ഇനി അതെന്തിനാണെന്ന് പറഞ്ഞു തരണ്ടല്ലോ. വേണ്ട, അവൾ ഉത്തരം നൽകി. ആവേശത്തോടെ മറുപടി പറയുന്നവളെ കാണേ അവനൊരു കുസൃതി തോന്നി. ഇത്ര നേരമായിട്ടും അവളുടെ മുഖത്ത് അവനോട് സംസാരിക്കുന്നതിനായിട്ടുള്ള പതർച്ചയൊന്നുമില്ല. നീ ഇന്നലെ എന്തിനാ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചത്? ഗൗരവത്തോടെ അവൻ ചോദിച്ചതും അവൾ അവനെ ഞെട്ടലോടെ നോക്കി. അവളതിന് കുറച്ചു നേരത്തേക്ക് ഉത്തരവൊന്നും കൊടുത്തില്ല. ചോദിച്ചത് കേട്ടില്ലേ, എന്തിനാ അങ്ങനെ ചെയ്തതെന്ന്? അവൻ വീണ്ടും ചോദിച്ചു. പിന്നെ എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ വന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റില്ലല്ലോ. അവൻ വീണ്ടും ശബ്ദം ഉയർത്തിയതും അവൾ അതിലും ശബ്ദത്തിൽ അവനോട് പറഞ്ഞു. പോയി. ശിവയുടെ മുഴുവൻ ആറ്റിറ്റ്യൂഡും അതിൽ ചോർന്നു പോയി. എന്താണ്, തർക്കുത്തരം പറയുന്നോ എന്നോട്? ഇല്ല, ഞാൻ കാര്യം പറഞ്ഞതാണ്. എൻ്റെ ഭർത്താവിനല്ലാതെ പിന്നെ ഞാൻ ആരെ കെട്ടിപ്പിടിക്കാനാണ്? അവളിലും അവൻ്റെ പോലെ തന്നെ കുസൃതി. അതവിടെ നിൽക്കട്ടെ, ഇന്നലെ ഞാനെങ്ങനെയാണ് നിങ്ങളുടെ റൂമിൽ വന്നത്? അതാദ്യം പറയ്. അവൻ ചോദിച്ച അതേ രീതിയിൽ അവളും തിരികെ കുസൃതിയോട് ചോദിച്ചതും ശിവയാകെ പെട്ടതുപോലെയായി. ആ, അത് പിന്നെ നീ എൻ്റെ ദേഹത്തുനിന്ന് പിടിവിട്ടില്ല, അതാണ്. എന്നാലും എന്നെ എൻ്റെ റൂമിലല്ലേ കൊണ്ടുപോയി കിടത്തേണ്ടത്. പക്ഷെ ഞാൻ നിങ്ങളുടെ റൂമിൽ എങ്ങനെ എത്തി? ഞാൻ നീ ഇനി എങ്ങാനും രാത്രി പേടിച്ചുണർന്നാലോ എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. അവൻ്റെ മുഖം വീർത്ത് വന്നു. അത് കണ്ടിട്ട് അവൾക്കാണെങ്കിൽ ചിരി വന്നു. മനസ്സിലായി. ആക്കലോടെ അവൾ പറഞ്ഞതും അവൻ അവളെ പുച്ഛിച്ച് കാണിച്ചു. വൈകിട്ടൊന്ന് ഒരുങ്ങി നിൽക്കണം, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടെയെന്ന് പറഞ്ഞാലേ വരാൻ പറ്റുള്ളൂ? അവൻ തിരികെ ചോദിച്ചതും അവൾ നിശബ്ദയായി. ഇന്ന് നിന്റെ മുത്തശ്ശിയുടെ ചാരന്മാരിലായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കിയിരുന്നു. ആരും അറിയിച്ചില്ല അല്ലേ? ഇടർന്ന ശബ്ദത്തിൽ അവൾ ചോദിച്ചതും അവൻ മിണ്ടാതെ നിന്നു. സാരമില്ല, ഈ അവഗണനയൊക്കെ എനിക്ക് ശീലമാണ്. അവനെ നോക്കാതെ തന്നെ അവൾ പറഞ്ഞൊപ്പിച്ചു. വൈകിട്ട് റെഡിയായി നിൽക്കണം, പറഞ്ഞത് മറക്കണ്ട. വീട്ടിലേക്ക് പോകാനാണോ? തനിക്ക് പോണോ? വേണ്ട, അങ്ങോട്ടേക്കല്ല. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. എനിക്കൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ? സൗമ്യമായിട്ടാണ് അവനത് അവളോട് ചോദിച്ചത്. ഇല്ല ദേവേട്ടാ. ഉറപ്പോടെ തന്നെ അവളുടെ മറുപടിയും അപ്പോൾ തന്നെ വന്നു. അത് കേട്ടതും അവൻ അവളെ സംശയത്തോടെ നോക്കി. അവൻ സംശയത്തോടെ നോക്കുന്നത് കണ്ടതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല ദേവേട്ടാ. പിന്നെ ഇന്നലെ അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഉണ്ടായപ്പോൾ ഒന്ന് ഭയപ്പെട്ടു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പേടിയൊന്നുമില്ല. അവൾ അങ്ങനെ പറഞ്ഞതും അവൻ അവളെ നോക്കിയിരുന്നതല്ലാതെ മറുത്തൊന്നും പറഞ്ഞില്ല. കുറച്ചു സമയം കഴിഞ്ഞതും അവൻ പുറത്തേക്ക് പോകാനൊരുങ്ങി. പോയിട്ട് വരാം. പുറത്ത് മുറ്റം അടിച്ചു നിന്നിരുന്ന അവളോടായി പറഞ്ഞിട്ടാണ് അവൻ വണ്ടി എടുത്തത്. ഇതൊക്കെ പുതിയ ശീലമായതുകൊണ്ട് അവൾ അവനെ ഒന്ന് അമ്പരപ്പോടെ നോക്കി. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ വണ്ടിയുമായിട്ട് പുറത്തേക്ക് പോയി. അവൾ വീണ്ടും ജോലിയിലേക്ക് തിരികുകയും ചെയ്തു. ശിവ നേരെ വന്നത് മിഥുൻ്റെ അടുത്തേക്കായിരുന്നു. മിഥുൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ശിവയാകെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. ഇത്ര നേരം അടക്കി നിർത്തിയിരുന്ന ദേഷ്യമെല്ലാം പുറത്തേക്ക് ഒരുമിച്ച് വരുന്നത് പോലെ. ശിവ, നീയൊന്ന് അടങ്ങ്. എടുത്തു പിടിച്ച് എന്തെങ്കിലും ചെയ്താൽ അത് നാളെ നിനക്കും വർണ്ണയ്ക്കും തന്നെയാവും ദോഷമായി വരിക. മിഥുൻ പറഞ്ഞതും ശിവ കണ്ണുകളൊന്ന് ഇറുക്കി അടച്ചു തുറന്ന് അവനെ നോക്കി. പക്ഷേ അതാരാണെന്ന് അറിയണം, അവൻ്റെ ഉദ്ദേശവും. ഇനിയും അടങ്ങി നിൽക്കാൻ പറ്റില്ല എനിക്ക്. എന്താ നിന്റെ പ്ലാൻ? ആദ്യം വർണ്ണയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം. അതിനുശേഷം വേണം ബാക്കി കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ. ശിവ പറഞ്ഞതും മിഥുൻ അവൻ്റെ തോളിലായി കയ്യമർത്തി. എനിക്ക് എന്നെ ഓർത്ത് പേടിയില്ല മിഥുനെ. പക്ഷെ വർണ്ണ, അവളെ ഓർത്ത് മാത്രമാണ് ഭയം. ഒന്നും ഉണ്ടാവില്ല. അധികം വൈകാതെ ഞാൻ അങ്ങോട്ട് പോകും മിഥുനെ. ശിവ പറഞ്ഞതും മിഥുൻ സംശയമുഖത്തോടെ അവനെ നോക്കി. എങ്ങോട്ട് പോകുന്നു? വയനാട്. ശിവ, മിഥുൻ അവനെ ഭയത്തോടെ വിളിച്ചു. പോകണം മിഥുനെ. ശരൺ വരും അടുത്ത മാസം. അപ്പോഴേക്കും എനിക്ക് പോകണം. സൂക്ഷിക്കണം. അത്ര മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അല്ല ശിവ, നീ CCTV ചെക്ക് ചെയ്തില്ലേ? നോക്കി. ഇന്ന് രാവിലെ ആദ്യം അതാണ് ചെയ്തത്. അതിലും ആളുടെ മുഖം കാണുന്നില്ല. ഷർട്ടും പാൻറ്റുമാണ് വേഷം. തൊപ്പി ധരിച്ചിട്ടുണ്ട്. മുഖം മറച്ച് മാസ്കും വെച്ചിട്ടുണ്ട്. ഇത്രമാത്രം മനസ്സിലായി. ആളെ കണ്ടിട്ടും ശരീരത്തിൻ്റെ രൂപം വെച്ച് ഏകദേശം നിനക്ക് പിടികിട്ടിയോ? സതീശൻ. അയാളെയാണ് എനിക്ക് സംശയം. പക്ഷേ ഇന്നലെ വന്നയാളുടെ ശരീരം സതീശൻ്റേതുപോലെയുള്ളതല്ല. പക്ഷേ ശിവ, അയാളുടേതുപോലെ അല്ലെങ്കിലും അയാൾ ഏർപ്പെടുത്തിയ ആരെങ്കിലും ആണെങ്കിലോ? അങ്ങനെയും ആവാം. നീ എന്തായാലും വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഇനി അധികം വീട്ടിൽ നിന്നും മാറി നിൽക്കണ്ട.
എവിടെയെങ്കിലും പോകണമെങ്കിലും തന്നെ വർണ്ണയെയും കൂട്ടിക്കൊണ്ടു പോയാൽ മതി. മിഥുൻ്റെ വാക്കുകളിൽ ഒരു ഏട്ടൻ്റെ കരുതലുണ്ടായിരുന്നു. എടാ, അവൾക്കിതിലൊന്നും ഒരു പേടിയില്ലെന്നാണ് ഇന്ന് രാവിലെ പറഞ്ഞത് എന്നോട്. ഇന്നലെ പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് ഒന്ന് പതറി എന്നല്ലാതെ ഇന്ന് രാവിലെ ഉണർന്നിട്ടും അവൾക്ക് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. ചിരിയോടെ ശിവ പറഞ്ഞതും മിഥുൻ അവനെ അമ്പരന്ന് നോക്കി. പിന്നെ ഞാൻ അവളെ കരാട്ടെ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനും അവൾക്ക് 100% സമ്മതമാണ്. അത് കേട്ടതും മിഥുൻ ഒന്ന് ചിരിച്ചു. മുഴുവട്ടുള്ള ഭർത്താവിന് അരക്കിറക്കുള്ള ഭാര്യ. കൊള്ളാം, രണ്ടും ചേരും. അത് പറഞ്ഞ് മിഥുൻ വീണ്ടും ചിരിച്ചതും ശിവ അവൻ്റെ പുറം നോക്കി ഒന്ന് കൊടുത്തു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.